ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ ആള് ഞാനാ. എന്റെ അച്ഛനാണ്. മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കിയ അത്രയൊന്നും ചേട്ടൻ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ശ്രീനിവാസനെ കുറിച്ച്. അതെന്തായാലും ഇല്ല. ഇതൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാം, എനിക്ക് ലോകത്തിൽ ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എന്റെ അച്ഛനാണ്. പരസ്പരം കൗണ്ടറുകൾ അടിച്ചും സ്നേഹിച്ചും കലഹിച്ചും മുന്നോട്ടു പോയ അച്ഛനും മകനും. അതാണ് ശ്രീനിവാസനും ധ്യാനും. എല്ലാവരെയും ട്രോളുന്ന ശ്രീനിവാസനെ യാതൊരു ദയയുമില്ലാതെ പൊതുവേദിയിൽ ട്രോളുന്ന ധ്യാൻ സൈബറിടത്തെ വൈറൽ കാഴ്ചയായിരുന്നു. അച്ഛനെ ട്രോളുന്ന അതേ ഡോസിന് തിരികെ കൊടുക്കാനും ശ്രീനിവാസൻ അവസരം കണ്ടെത്തുമായിരുന്നു. ഹോക്കി താരം ധ്യാൻ ചന്ദിനോടുള്ള ആരാധനയാണ് ഇളയ മകന് ധ്യാൻ എന്ന് പേരിടാൻ കാരണമായതെന്ന് ശ്രീനിവാസൻ ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ട്. പൊതുവേദികളിൽ സംസാരിക്കുമ്പോഴൊക്കെ ധ്യാനിനെ സ്വതസിദ്ധമായ ശൈലിയിൽ വിമർശിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു ശ്രീനിവാസൻ. ധ്യാനിനോടുള്ള സ്നേഹം പുറമേക്ക് പ്രകടിപ്പിക്കാൻ എന്നും പിശുക്ക് കാണിച്ച ശ്രീനിവാസൻ പക്ഷേ അവസാന നാളുകളിൽ ധ്യാനിനോട് കൂടുതൽ ചേർന്നു നിന്നു. അതുകൊണ്ടായിരിക്കണം ശ്രീനിവാസന് യാത്രാമൊഴിയേകുന്ന സമയം മുതൽ ധ്യാനിന്റെ കണ്ണുനീർ തോരാഞ്ഞതും. ഇനി അച്ഛനില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ തേങ്ങലോടെ നിൽക്കുന്ന ധ്യാനിനെ പിടിച്ചു നിർത്താൻ കൂടെ ഉണ്ടായിരുന്നവരും അപ്പോൾ പ്രയാസപ്പെട്ടിരുന്നു. വിനീത് ശ്രീനിവാസൻ പൊതുവിടങ്ങളിൽ സൗമ്യതയോടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അച്ഛൻ ശ്രീനിവാസന്റെ സംസാരത്തിന്റെ മൂർച്ചയൊക്കെ അപ്പാടെ പകർത്തി ധ്യാൻ. അച്ഛന്റെ മകൻ തന്നെ എന്ന പേരും സമ്പാദിച്ചു. എന്നാൽ ധ്യാനിനോട് ഏറ്റവും കൂടുതൽ വഴക്കിട്ടതും വിമർശിച്ചതും ശ്രീനിവാസനായിരുന്നു. ഇടക്കാലത്ത് മദ്യപാനത്തിലും ലഹരിയിലും മുങ്ങി നടന്നിരുന്ന കാലത്ത് അച്ഛൻ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ കാര്യം ഒരിക്കൽ ധ്യാൻ തന്നെയാണ് വെളിപ്പെടുത്തിയത്. വൈകാരികമായ ആ വെളിപ്പെടുത്തൽ ധ്യാനിന്റെയും ശ്രീനിവാസന്റെയും ആത്മബന്ധത്തെ മലയാളികൾക്ക് മുന്നിൽ അനാവൃതമാക്കി. പിന്നീട് ധ്യാനിന്റെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വന്നതോടുകൂടി കാര്യങ്ങളെല്ലാം മാറി. അതോടെ മദ്യപാനവും ഒതുങ്ങി. ശേഷം എന്നും അച്ഛനോടൊപ്പം ഉണ്ടാകുമെന്ന വാക്ക് അവസാന നിമിഷം വരെ ധ്യാൻ പാലിച്ചു. അപ്പോഴും വർത്തമാനത്തിൽ ഇരുവരും വാക്പോര് തുടർന്നുവെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആഴത്തിൽ വേരോടിയ ആത്മബന്ധം മിഴിവോടെ നിന്നു. അടുപ്പമുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന അപൂർവ ബന്ധം അതായിരുന്നു. അച്ഛന്റെ പാത പിന്തുടർന്ന ധ്യാനം കൃഷിയിൽ താല്പര്യം കാണിച്ചത് ഈ അടുത്ത കാലത്താണ്. കണ്ടനാട് പുന്നച്ചാലിലെ വീടിനടുത്തുള്ള പാടശേഖരത്തിൽ ധ്യാൻ കൃഷിയിറക്കി. അങ്ങനെ എല്ലാം അച്ഛന്റെ ഇഷ്ടപ്രകാരം. പക്ഷേ ഇനി ആ വൈറൽ കോംബോ ഇല്ല.